അച്ഛനിൽ നിന്ന് മറച്ചു വെക്കണ്ടെന്ന് കരുതിയാ ഞാൻ പറഞ്ഞത്. അച്ഛൻ അതേക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടരുത്. അതെ അച്ഛാ, ഇങ്ങനൊരു വിധിയാണ് ഈശ്വരൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അതേ ഈശ്വരൻ എന്തിനാ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? എന്റെ കുട്ടികളുടെ കുഞ്ഞിനെ തിരിച്ചെടുത്തിട്ട് ഈ കിഴവനെ ഭൂമിയിൽ ഇട്ടേക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഈശ്വര? സൂക്ഷിച്ച് അതൊക്കെ തൽക്കാലത്തേക്കെങ്കിലും അധികം ഇറങ്ങി നടക്കണ്ട അച്ഛ. അസുഖം ഒന്ന് ഭേദാവട്ടെ. ഇനിയും ഇതുപോലെ ഉണ്ടാവരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മനസ്സ് കൂടുതൽ വിഷമിക്കരുതെന്നും. എന്റെ രോഗത്തെപ്പറ്റി ഓർത്ത് എനിക്ക് വിഷമമില്ല. പക്ഷേ ഈ കുടുംബത്തിൽ നടന്ന ദുരന്തത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വേദനിക്കുക മാത്രമല്ല, തകർന്നു പോകുന്നുണ്ട് ഞാൻ. ഒരു മുത്തശ്ശനാവാൻ ഞാൻ എത്രമാത്രം കാത്തിരുന്നോ അതിന്റെ 10 ഇരട്ടി നന്ദനും അവന്തികയും കാത്തിരുന്ന് കാണില്ലേ? ഒരു നേരത്തെ അശ്രദ്ധയിൽ ആ സ്വപ്നങ്ങളെല്ലാം തകർന്നില്ലേ? അതൊക്കെ ഓർക്കുമ്പോ ഞങ്ങൾക്കും വിഷമമുണ്ടച്ച. ഇനിയിപ്പോ അതേക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടും കാര്യമില്ലല്ലോ. ഈശ്വരൻ അനുഗ്രഹിച്ച ഏട്ടത്തി വീണ്ടും പ്രഗ്നന്റ് ആവും, പ്രസവിക്കുകയും ചെയ്യും. ഇതൊക്കെ പലർക്കും സംഭവിക്കുന്ന അച്ഛാ. നമുക്കുണ്ടായപ്പോ നമുക്കത് വലുതായി തോന്നുന്നു മാത്രം. അച്ഛൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്റെയും നന്ദേട്ടന്റെയും സച്ചിയേട്ടന്റെയും കുഞ്ഞുങ്ങളൊക്കെ ഒരു ദിവസം അച്ഛൻ കാണും. അച്ഛന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കും അച്ഛാ.